ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നുമണി ചന്ദ്രലേഖയെ ഫോൺ വിളിച്ച് ശരത്തിനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ വേണ്ടി പറയട്ടോ. അപ്പോൾ ചന്ദ്രലേഖ ചോദിക്കുകയാണ്, എന്തിനാണിപ്പോൾ നീ കേസ് പിൻവലിക്കുന്നത്? കോടതി എന്താ നിന്റെ കളിപ്പാവ മറ്റോ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വസ്ഥതയോട് കൂടി ജീവിക്കണം, അതുകൊണ്ട് കേസിനും വഴക്കിനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ്. ഫോൺ വെച്ച ശേഷം പൊന്നുമണി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിരഞ്ജന്റെ അമ്മ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് കേസ് പിൻവലിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ആരോട് ചോദിക്കാനാണ്, ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പിൻവലിച്ചു. ഇനിയെങ്കിലും എനിക്ക് സ്വസ്ഥതയും സ്വൈര്യത്തോടു കൂടി ജീവിക്കണം എന്ന് പറയുമ്പോൾ, നീ ചോദിക്കണമടി, എൻ്റെ മോനോട് നീ ചോദിക്കണം. ആ ചന്ദ്രലേഖ വക്കീലിന് ഫീസ് കൊടുത്തത് എൻ്റെ മോനും അക്ഷരമോളും ചേർന്നിട്ടാണ്. അപ്പോൾ അവരോട് ചോദിക്കണം, അല്ലാതെ നീ തന്നിഷ്ടത്തിന് അങ്ങ് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, വക്കീലിന് ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാൻ അവർക്ക് തിരിച്ചു കൊടുത്തോളാം. എൻ്റെ കയ്യിൽ എന്ന് കാശുണ്ടാകുന്നു അന്ന് ഞാൻ അവർക്ക് ആ പൈസ കൊടുത്തോളാം എന്നും പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി പൊന്നുമണി കയറി പോവാണ്. പൊന്നുമണിയുടെ അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം കേൾക്കുമ്പോൾ നിരഞ്ജന്റെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം വരികയാണ്. ചന്ദ്രലേഖ ഇതെല്ലാം പ്രേമയോട് പറയണ. അങ്ങനെ പ്രേമ സിദ്ധുവിനെ തെരഞ്ഞുകൊണ്ട് വരികട്ടോ. സിദ്ധു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അപ്പോൾ രംഗം പറയണ്, നീ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് വരികട്ടോ. എന്നിട്ട് പ്രേമ പരിഹസിച്ചുകൊണ്ട് സിദ്ധുവിനോട് സംസാരിക്കുകയാണ്, ആ തെറിച്ച പെണ്ണിന് വേണ്ടി നീ ചന്ദ്രലേഖയുടെ അടുത്ത് ശരത്തിനെതിരെയുള്ള കേസ് കൊടുത്തിരുന്നില്ലേ, അത് അവൾ പിൻവലിച്ചു അത്രേ എന്ന് പറയുമ്പോൾ സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാണ്. അവൾ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അവളിപ്പോൾ ചന്ദ്രമോളെ വിളിച്ചിരുന്നു അത്രേ, എന്നിട്ട് കേസ് പിൻവലിക്കുകയാണെന്നും ശരത്തിനെതിരെ കൊടുത്ത പരാതിയൊക്കെ അവൾ പിൻവലിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിന്നോട് ഞങ്ങൾ പറയുന്നത്, വെറുതെ നീ പൊട്ടനാവണ്ട എന്ന്. ഇപ്പോൾ എന്തുണ്ടായി? സിദ്ധു ചന്ദ്രലേഖയോട് ചോദിക്കുകയാണ്, അല്ല ചന്ദ്ര കേസ് ഒഴിഞ്ഞതാണോ അതോ പൊന്നുമണി തന്നെ കേസ് ഒഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇക്കാര്യത്തിൽ എന്നെ വെറുതെ സിദ്ധുവേട്ടൻ സംശയിക്കേണ്ട, അവൾ തന്നെയാണ് എന്നെ ഫോൺ വിളിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞത്. സംശയമുണ്ടെങ്കിൽ സിദ്ധുവേട്ടനെ തന്നെ തിരക്കാലോ എന്ന് പറയട്ടോ. അപ്പോൾ പ്രേമ പറയണേ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്തുണ്ടായി? ശരത്ത് നല്ലവനാണെന്നുള്ളതും ശരത്ത് പാവമാണെന്നുമുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ? ഇതൊക്കെ കൊണ്ട് തന്നെ പറയുന്നത്, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന്. ഇപ്പോൾ ശരത്ത് നിരപരാധിയാണെന്നുള്ളത് തെളിഞ്ഞത് കണ്ടില്ലേ എന്ന് പ്രേമ പറയുമ്പോൾ സിദ്ധു പറയണേ, ആദ്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ. രംഗം പറയണേ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, ഒരു പെൺകൊച്ചിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പൊന്നുമണി ഒരു തല തെറിച്ചവളാണ്, അവളും ആ ശരത്തും കൂടി നടത്തുന്ന ഡീലായിരിക്കും ഇത് എന്ന് പറയും. പ്രേമ രംഗിനെ കളിയാക്കിയിട്ട് കണക്കായി പോയി എന്നും പറഞ്ഞ് ചന്ദ്രലേഖയും വിളിച്ചോണ്ട് അകത്തേക്ക് പോവാണ്. എന്നിട്ട് പ്രേമയും ചന്ദ്രലേഖയും കൂടി ശരത്തിന് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ. ആ പൊന്നുമണി കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ ചന്ദ്രലേഖ മോൾക്ക് ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ശരത്തിന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ശരത്ത് പറയണേ, എനിക്കറിയായിരുന്നു പ്രേമേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കൂ എന്ന്. കാരണം ഇതൊരു കള്ളക്കേസ് ആയിരുന്നില്ലേ, ഇത് കോടതിയിൽ വന്നാലേ അവളുടെ മുട്ടിടിക്കും, അതുകൊണ്ടാണ് അവളെ എന്തിനാണോ ഈ കേസിനൊക്കെ പിന്നാലെ നടന്നതെന്നോ, അവൾക്ക് എൻ്റെ കയ്യിൽ നിന്നും പൈസ കിട്ടണമായിരുന്നു, അതിനു വേണ്ടി കളിച്ച നാടകമാണ്. പക്ഷേ ഞാനുണ്ടോ വിട്ടുകൊടുക്കുന്നു? അവൾക്ക് ഒരു രൂപ പോലും കൊടുക്കില്ല, കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിട്ടുള്ളത് ആ ദേവികയും ഡോക്ടർ നിരഞ്ജനും ഒക്കെ കൂടിയിട്ടാണ്. കൈ നലയാതെ മീൻ പിടിക്കാമല്ലോ എന്നാണ് അവർ ചിന്തിച്ചത്. അപ്പോൾ അവർക്കൊക്കെ കൂടി പൈസ പങ്കിട്ടെടുക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ ചെയ്തത്. പക്ഷേ ഈ ശരത്തിൻ്റെ അടുത്ത് അതൊന്നും നടന്നില്ല, സത്യം മാത്രമാണ് വിജയിക്കുകയുള്ളൂ, അതാണ് ഇപ്പോൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ശരത്തിനെ തന്നെ അങ്ങ് പുകഴ്ത്തി പറയട്ടോ. അതെല്ലാം തന്നെ മണ്ടിയായ പ്രേമ വിശ്വസിക്കുകയാണ്. അങ്ങനെ പ്രേമ പറയണേ, എങ്കിൽ മോൻക്ക് തന്നെ തിരിച്ച് അവർക്കിട്ടൊരു പണി കൊടുത്തൂടെ, അവർക്കെതിരെ കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറിയിട്ട് പറയണേ, അതെ അത് കൊടുക്കണം, അതും ചന്ദ്രലേഖ വക്കീലിൻ്റെ അടുത്ത് തന്നെ കൊടുക്കണം. പക്ഷേ ദേവികയ്ക്ക് വേണ്ടി വാദിക്കാനേ ആ സിദ്ധാർത്ഥ വക്കീൽ വരുമെന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, സിദ്ധുവിൻ്റെ കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട, അതൊക്കെ ഈ പ്രേമേച്ചി നോക്കിക്കോളാം എന്ന് പറയണേ. അങ്ങനെ ശരത്ത് പറയണേ, ഞാൻ ഇപ്പം തന്നെ ഈ വാർത്ത ഇവിടെ ചൂടോടെ തന്നെ വിളമ്പട്ടെ എന്ന്. പ്രേമേച്ചി ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കാണ്. എന്നിട്ട് ശരത്ത് അച്ഛ, അമ്മ, മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവി കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, പൊന്നുമണി എനിക്കെതിരെ കൊടുത്ത കേസ് പിൻവലിച്ചു, ഇപ്പം കണ്ടില്ലേ ഓരോ സത്യങ്ങളും പുറത്തു വരുന്നത്, ഇവരൊക്കെ കൂടി എൻ്റെ പേരിൽ നടത്തുന്ന ഈ കുറ്റങ്ങളെല്ലാം തെറ്റാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഞാൻ നിരപരാധിയാണെന്നുള്ളത് ഇപ്പോൾ ഓരോന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, എനിക്കെതിരെ കളിച്ചവർക്കൊക്കെ ഇനി നാണക്കേടിന്റെ കാലമാണ് വരാൻ പോകുന്നത്. ദേവിക പറയാണ്, അതൊക്കെ ശരത്ത് കൊടുത്ത കാശിന്റെയും മയക്കുമരുന്നിന്റെയും ബലത്തിലാണ് പൊന്നുമണി ഇങ്ങനെയൊക്കെ പറയുന്നത്, അതെ ഒരു പെണ്ണും സ്വന്തം ജീവനം വെച്ച് ഇങ്ങനെയൊന്നും കളിക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, എടി മതി നിർത്തിയേക്ക്, വീണ്ടും അവൾ ഒരു പുതിയ കണ്ടെത്തലുമായിട്ട് വന്നിരിക്കുന്നു എൻ്റെ ചെറുക്കനെ ബുദ്ധിമുട്ടിക്കാൻ. പാർവതി പറയണേ, ഇങ്ങനെയുണ്ടോ ശരത്തിനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾക്ക് പകയും വൈരാഗ്യം, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ തീരണമെന്നല്ല ദേവികയുടെ മനസ്സിലുള്ളത്, എങ്ങനെയെങ്കിലും ശരത്തിനെ കുറ്റപ്പെടുത്തണം, അത് മാത്രമാണ് ദേവികയുടെ മനസ്സിലുള്ളത് എന്ന് പറയുമ്പോൾ ദേവിക പറയണ, എൻ്റെ അമ്മേ എനിക്കൊരു പകയും വൈരാഗ്യവുമല്ല, പൊന്നുമണിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്, അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ, വീണ്ടും തുടങ്ങി അവളുടെ ഒരു അന്വേഷണം എന്ന് പറയട്ടോ. മനോഹരം പറയണേ, ദേവിക മോള് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, ഇതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ ശരത്തുമോനെ തേടി ശരത്തുമോന്റെ ശരത്തിനെ തേടി വരും, പരുന്തുംകാലിൽ പോവാനുള്ളത് പരുന്തുംകാലിൽ പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇവിടെ പൊന്നുമണി
പൊന്നുമണിക്ക് സംഭവിച്ചത് ഒന്നല്ലെങ്കിൽ ഭീഷണി, അല്ലെങ്കിൽ പ്രലോഭനം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് സാധ്യത. സത്യം ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും പുറത്തു വരും. അതുവരെ ശരത് മോൻ അങ്ങനെ വല്ലാതെ അങ്ങ് നെഗളിക്കണ്ട എന്ന് പറയട്ടോ. എന്നിട്ട് ദേവികയോട് നിത്യയുടെ അടുത്തേക്ക് ചെന്നിരിക്കാൻ പറയാണ് മനോഹരൻ. ശരത്ത് മുത്തശ്ശിയോടും പാർവതിയോടും പറയണേ, നിങ്ങൾക്കെങ്കിലും എന്റെ നിരപരാധിത്വം മനസ്സിലായില്ലേ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറയാനുണ്ട് മോനെ, നിന്നെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം തന്നെയാണ്. അപ്പോൾ മുത്തശ്ശി പറയണേ, സത്യം ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കുക തന്നെ ചെയ്യും ശരത്ത്, അതാണിപ്പോൾ സംഭവിച്ചത് എന്ന് പറയട്ടെ. ഇത് തന്നെയാണ് ഞാനും പ്രേമേച്ചിയോട് പറഞ്ഞത് എന്ന് ശരത്ത് പറയാണ്. അങ്ങനെ സത്യം വിജയിച്ചു എന്ന് ശരത്ത് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി നിൽക്കേണ്ട. അങ്ങനെ മുത്തശ്ശിയും പാർവതിയും അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഞാൻ ജയിച്ചു എന്നുള്ള ഭാവത്തിൽ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിൽക്കണം. ഇത് ദേവിക വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോഹരം വന്ന് ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അച്ഛാ, ആ പൊന്നുമണിക്ക് വേണ്ടി നമ്മളെല്ലാവരും എത്ര കഷ്ടപ്പെട്ടതാണ്, എന്നിട്ടിപ്പോൾ അവൾ എന്ത് ചെയ്തത്, ശരത്തല്ലേ ഇപ്പോൾ വിജയിച്ചത്, ശരത്ത് വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് എനിക്കുള്ള വിഷമം. എനിക്കിപ്പോൾ രണ്ട് കാര്യത്തിലാണ് വിഷമം വരുന്നത്. ഒന്ന്, ശരത്ത് വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് നിരഞ്ജൻ സാറാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനോഹരൻ പറയണേ, നീ എന്തായാലും ഈ അറിഞ്ഞ കാര്യം നിരഞ്ജൻ സാറിനെ വിളിച്ച് പറഞ്ഞേക്ക്, അമ്മാവൻ്റെ മോൾ ഒരു വിഷവിത്താണെന്നുള്ളത് അറിഞ്ഞിരുന്നോട്ടെ എന്ന് പറയട്ടോ. പിന്നെ ഓരോരുത്തരുടെ വിധി സ്വയം ഇരന്ന് വാങ്ങുകയാണ്, അതിനുള്ള ഒരു രക്തസാക്ഷിയല്ലേ നമ്മുടെ നിത്യമോള്, അതുപോലെ തന്നെയാണ് പൊന്നുമണിയുടെയും അവസ്ഥ എന്ന് പറഞ്ഞ് മനോഹര അകത്തേക്ക് പോവാണ്. എന്നിട്ട് നിരഞ്ജനെ ഫോൺ വിളിച്ച് ദേവിക കാര്യങ്ങളൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ നിരഞ്ജനാകും ഷോക്ക് ആവാണ്. അപ്പോൾ അക്ഷര ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ, ആ പൊന്നുമണി നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞ് അക്ഷരയോട് കാര്യങ്ങളൊക്കെ പറയട്ടോ. ഈ സമയം സിദ്ധുവിൻ്റെ റൂമിലേക്ക് ചന്ദ്രലേഖ വരികയാണ്. എന്നിട്ട് പറയണേ, സിദ്ധുവേട്ട എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെന്നിട്ട് പറയണേ, അച്ഛൻ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ചന്ദ്രലേഖയുടെ അച്ഛൻ ചന്ദ്രലേഖ വിളിച്ചത് എന്നോട് എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സിദ്ധുവേട്ടൻ അങ്ങനെ പറഞ്ഞത്, എൻ്റെ അച്ഛൻ സിദ്ധുവേട്ടൻ്റെ കൂടി അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ, എൻ്റെ അച്ഛന് സിദ്ധുവേട്ടൻ്റെ അച്ഛൻ്റെ അതേ സ്ഥാനമല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ ആർക്കും സ്ഥാനവും പട്ടവും ഒന്നും കൽപ്പിച്ച് നൽകിയിട്ടില്ല, ചന്ദ്രലേഖ എന്തിനാണ് ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നത്, ഞാൻ സ്വസ്ഥമായിട്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, ഓ അത് ദേവികയെക്കുറിച്ചായിരിക്കും, അതിനിപ്പോൾ എന്താ ചന്ദ്രലേഖ എന്താ നഷ്ടം എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു നഷ്ടവുമില്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ സിദ്ധുവേട്ടൻ ആ ദേവികയുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് ആ ദേവികയ്ക്കുള്ളത്, സിദ്ധുവേട്ടനെ ദേവിക സ്നേഹിക്കുന്നൊന്നുമില്ല, അവർ വെറും അഭിനയിക്കുകയാണ്, സിദ്ധുവേട്ടനെ അവർ സ്നേഹിക്കുന്നത് പോലെ നോക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ ഹൃദയത്തെ മാത്രമാണ്, അതിലെ ഒരു കാവൽക്കാരി മാത്രമാണ് അവൾ, അല്ലാതെ സിദ്ധുവേട്ടനെ അവൾ ഒരിക്കലും സ്നേഹിക്കുന്നില്ല, സൂര്യകാന്തിയെ നോക്കുന്നത് പോലെയാണ് സിദ്ധുവേട്ടനെ ദേവിക നോക്കുന്നത് എന്ന് പറയുമ്പോൾ സിദ്ധു അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയണ, ആ ഉപമ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് എല്ലാവർക്കും ചേരും, ഹൃദയങ്ങൾക്ക് നടുവിൽ ഒരു പുഴയുണ്ട് ചന്ദ്രേ, അതൊരു തെളിനീരൊഴുകുന്ന പുഴയാണ്, അതിലാർക്കും വിഷം കളക്കാനും കഴിയില്ല, തടയണ കെട്ടാനും കഴിയില്ല എന്നും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കുകയാണ്, എടി ദേവികെ, നിന്നെ ഞാൻ തീർക്കും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്തുള്ള പുഴ അത് ഞാൻ വറ്റിച്ചെടുക്കും എടി എന്ന ചന്ദ്രലേഖ മനസ്സിൽ ഓരോന്ന് ചിന്തിക്കുന്നത്. ഈ സമയം നിരഞ്ജനും അക്ഷരയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ വിശാലും നടേശനൊക്കെ വന്ന് കണ്ട് സംസാരിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അക്ഷര പറയാണ്, വിശാലും നടേശനും കൂടി ഒത്തുകളിക്കുന്നതായിരിക്കും, എനിക്കറിയാം വിശാലിൻ്റെ സ്വഭാവം, അവൻ സ്നേഹം നടിച്ച് നിങ്ങളെ ചതിക്കുകയാണെന്ന് പറയുമ്പോൾ, ഇല്ല അക്ഷര എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, എനിക്കറിയാം അപ്പച്ചിയേക്കാളും കൂടുതൽ എനിക്ക് വിശാലിനെ കുറിച്ച് അറിയാം, എന്നെ അവൻ അത്രയ്ക്ക് ചതിച്ചതാണെന്ന് പറയുമ്പോൾ, അതിനെ വിട്ടേക്ക്, എനിക്കിപ്പോൾ നടേശൻ്റെ തീരുമാനമാണ് അറിയേണ്ടത്, നടേശൻ ഇനിയും കളിക്കിറങ്ങിയാൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഞാനങ്ങ് കാണിച്ചു കൊടുക്കും എന്നൊക്കെ നിരഞ്ജൻ പറയട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അക്ഷരയോട്, എന്താണ് നിൻ്റെ തീരുമാനം, നിൻ്റെ ഡാഡി തുടങ്ങുന്ന ക്ലിനിക്കിലേക്ക് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ ആ ഉദ്ഘാടനത്തിന് വരില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയരുത്, നീ വരണം എന്ന് പറഞ്ഞ് നിരഞ്ജൻ അക്ഷരയും കൊണ്ട് അവിടേക്ക് പോകാൻ വേണ്ടിയുള്ള സമ്മതം വാങ്ങിക്കാൻ കേട്ടോ. അങ്ങനെ മനസ്സില്ല മനസ്സോടെ അക്ഷര നിരഞ്ജനോടൊപ്പം തന്നെ ആ ഉദ്ഘാടനത്തിന് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് വരുന്നുണ്ടല്ലോ, ആരാണ് ഈ തങ്കച്ചി എന്നുള്ളത് എനിക്ക് അറിയണം എന്ന് നിരഞ്ജൻ പറയാണ്. ഈ സമയം ദേവിക നിത്യയുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. ഇന്നത്തെ നിത്യയോട് പറയണേ, ഇപ്പോഴും ആ ശരത്താണ് വിജയിച്ചത്, പൊന്നുമണി ഈ കേസിൽ നിന്ന് പിൻവലിച്ചതോടുകൂടി അവനാണ് ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നിത്യയ്ക്ക് ദേഷ്യം വരിക കേട്ടോ. ശരത്ത് വീണ്ടും വീണ്ടും ജയിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നിത്യയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് കൈകൊണ്ട് അവിടെയുള്ള ബെഡ്ഷീറ്റ് അങ്ങ് ചുരുട്ടി പിടിക്കാണ്, ദേഷ്യം സഹിക്കാൻ കഴിയാതെ. ജയശങ്കറിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് നിരഞ്ജനും അക്ഷരയും തങ്കച്ചി ആരാണെന്നുള്ളത് അറിയാൻ പോവാണ്. ഈ തങ്കച്ചി പറയുന്നത് സീതാലക്ഷ്മി ആണെന്നുള്ളത് ജയശങ്കർ ആ സമയത്താണ് കേട്ടോ ഇനി അറിയുന്നത്. അങ്ങനെ സ്വാമിയുടെ കള്ളത്തരം ജയശങ്കറിന് മനസ്സിലാവാണ്. സ്വാമി ഇതുവരെയും ചതിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ഇനി ജയശങ്കർ മനസ്സിലാക്കാൻ പോവാണ്. അങ്ങനെ സീതാലക്ഷ്മിക്ക് കരണം നോക്കി അക്ഷരയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട് സീതാലക്ഷ്മിയുടെ. അതുപോലെ നിത്യ അഭിനയിക്കുകയാണോ എന്നുള്ളത് ശരത്തിനൊരു സംശയം വന്നതുകൊണ്ട് ആരുമില്ലാത്ത സമയം നോക്കി നിത്യയുടെ റൂമിൽ ചെന്ന ശേഷം നിത്യയുടെ കാലിലൊക്കെ മുട്ടുപിന്നി വെച്ച് കുത്തുകയാണ് കേട്ടോ. അതുപോലെ കണ്ണിലൊക്കെ മുട്ടുപിന്നി വെച്ച് കുത്താൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും ദേവിക അത്
അത് കണ്ടുകൊണ്ട് വരികയാണ്. അതുപോലെ നടേശിന് കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ. നിരഞ്ജനെ ഉപദ്രവിച്ചതറിഞ്ഞ് പരുന്തും കൂട്ടരും ചെന്ന് നടേശനെ മുഖം മൂടിയിട്ട ശേഷം കണക്കിന് കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും മുഖം മറച്ച ശേഷമാണ് നടേശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ നടേശിന് കണക്കിന് കിട്ടുകയാണ് പരുന്തിൻ്റെ അടുത്ത് നിന്ന്.